നമസ്കാരം. ചന്ദ്രൻ ഇടവത്തിലേക്ക് രാശി മാറുകയാണ്. തന്മൂലം മാർഗശീർഷ പൂർണിമയാണ് രൂപപ്പെടുക. ഇത് ചില നക്ഷത്രക്കാർക്ക് അഥവാ ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. പേരും പ്രശസ്തിയും പോലും വർദ്ധിക്കാം. ആ ഭാഗ്യരാശികൾ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ പുരോഗതി ജീവിതത്തിൽ ദൃശ്യമാകുന്ന സമയമാകുന്നു. മാർഗശീർഷ പൂർണിമയുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യങ്ങൾ തേടിയെത്താം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അത് പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ സംരംഭങ്ങളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ചകൾ വന്ന് ചേരാവുന്നതുമാകുന്നു. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നവരാണ് എങ്കിലും ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലാവുന്നതാണ്. കൂടാതെ വീട്ടിൽ നിന്നും സാമ്പത്തികപരമായ പിന്തുണ, ചെയ്യുന്നതായ കാര്യങ്ങളിൽ പോലും പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. നിങ്ങളുടെ കഴിവിനൊത്ത് ഉയരുവാൻ സാധിക്കാത്തതായ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. കഴിവിനൊത്ത് നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ, അവസരങ്ങൾ ലഭിക്കാവുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൃഷിയുമായി ബന്ധപ്പെട്ട് വരുമാനം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൃഷിയിൽ നിന്നും നേട്ടങ്ങളാണ് വന്നു ചേരുക. കൂടാതെ സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് സമ്പത്ത് വർദ്ധിക്കുവാനുള്ള സാധ്യത അഥവാ പണം കൈകളിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. വിദേശ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്ത് ജോലി ലഭിക്കുക, നാട്ടിൽ നിന്നും മാറി നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഏകാഗ്രത കുറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നതായ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. അതിനാൽ അത് മുൻകൂട്ടി തന്നെ കണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കടവുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. മാർഗശീർഷ പൂർണിമയുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നോക്കുന്നവരാണ് എങ്കിൽ അതിന് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. വിദേശത്തേക്ക് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഒഴിഞ്ഞ് പോകുന്നതായ സമയമാകുന്നു. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അകന്ന് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വിവാഹങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അഥവാ അനുയോജ്യമായ ബന്ധങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റം ലഭിക്കുക, കഴിവ് തെളിയിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും അനുമതി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കച്ചവടത്തിൽ നിന്നും ലാഭങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുകയും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്
താൽക്കാലികമായ ആശ്വാസങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടുവാൻ സാധിക്കും. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ പോലും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം. എന്നാൽ സംസാര കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ അല്ലെങ്കിൽ തർക്കങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കർക്കിടകം രാശിക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. മാർഗശീർഷ പൂർണിമയുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത് എപ്രകാരം തരണം ചെയ്യണം എന്ന കാര്യം മനസ്സിലേക്ക് വരാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അനുകൂലമാവുകയും അത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുകയും ചെയ്യാം. അല്പമെങ്കിലും ധനം കൈകളിലേക്ക് വന്നു ചേരാവുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലരിൽ നിന്നും മാനസിക പിന്തുണ ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. മാനസിക പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്, അഥവാ ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. വിദ്യാർത്ഥികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട് അഥവാ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് വീട്, വാഹനം, സ്ഥലം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ മറ്റ് കാര്യങ്ങളാകാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ സഹായകരമായ ചിന്തകൾ വരുന്നതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. മഹാലക്ഷ്മി കടാക്ഷത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. കൂടാതെ സന്തോഷവും സമാധാനവും കുറയ്ക്കുന്നതായ സമയമാണ് എന്ന കാര്യം ഓർക്കുക. പുതിയ ജോലിക്കായുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം പ്രധാനമായും ശോഭിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തൊഴിലിടത്ത് നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ അറിവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഉന്നതമായ ജോലി പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മത്സര പരീക്ഷകളിൽ പോലും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ജീവിത നിലവാരം അല്പം കൂടി ഉയർത്തുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് കഴിവ് തെളിയിക്കാം. രാഷ്ട്രീയമായി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പിന്തുണ വർദ്ധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.